അതിന് സമ്മതം മൂളിയത്. പൊയ്ക്കോട്ടെ അമ്മായി. ഈ ദുഷിച്ച പെണ്ണിനെ വിട്ടിട്ട് പോയാ നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ പോയി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എല്ലാവരുടെയും സന്തോഷം കാണാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഒന്നിനും ഒരിക്കലും ഞാൻ ആരെയും ശപിക്കില്ല. ഇപ്പോഴും എന്നെ വേദനിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അരുണയെപ്പോലും അവളും സന്തോഷത്തോടെ ജീവിക്കണം. അത് കണ്ടാ മതി എനിക്ക്. അത് മാത്രം. എന്തിനാ കരയുന്നത്? നിന്റെ ഈ കണ്ണീര് കണ്ട് പണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് പുച്ഛാ തോന്നുന്നത്. അമ്മായി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കും. സീമയുടെ കാര്യത്തിൽ എനിക്ക് ചിലപ്പോ തെറ്റുപറ്റിയതായിരിക്കും, സമ്മതിച്ചു. പക്ഷെ മോഹനേട്ടനോ ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യോ? അമ്മായിയോട് ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരാളെ കുറ്റക്കാരിയെന്ന് മുദ്ര കുത്തിയാൽ അത് കേട്ടപാടെ വിശ്വസിക്കാൻ തക്ക വിവരക്കിടന്നും എനിക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ രണ്ടും മാത്രമല്ല, ഈ സമൂഹം മുഴുവനും സീമയെ അവിശ്വസിച്ചാലും എനിക്ക് വിശ്വാസം അവളെ. എനിക്ക് നന്നായിട്ട് അറിയാവളെ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവള് ചെയ്യില്ല. ഉള്ളിന്റെ ഉള്ളില് നിനക്കും അത് നന്നായിട്ടറിയാം. എന്നിട്ടും നീ അവളെ അവിശ്വസിച്ചു. അതിന്റെ പേരിൽ നശിച്ചു പോയത് അവളുടെ ജീവിതം. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞപ്പോ അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സീമയൊന്ന് ഉപദേശിച്ചു എന്നല്ലാതെ മോഹനേട്ടൻ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവളും കൂടി സമ്മതിച്ചിട്ടല്ലേ അവര് തമ്മിലുള്ള വിവാഹമോചനം നടന്നത്. ഒരു കണക്കിന് അതിപ്പോ നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. അവിശ്വാസിയായ ഒരാളോടൊപ്പം ജീവിതകാലം മുഴുവൻ നരയിച്ചു കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാ ഇപ്പോഴത്തെ അവളുടെ ഈ തീരുമാനം. നിങ്ങളോടൊക്കെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. തെറ്റുകളെല്ലാം സീമയുടെ ചുമലിൽ പഴിചാരുമ്പോ ഒന്നോർക്കുന്നത് നല്ലതാ. എന്തിനു വേണ്ടിയാ അവൾ ഇതൊക്കെ ചെയ്തതെന്ന്. നിന്റെ ഭർത്താവിനെയോ അയാളുടെ സമ്പത്തോ അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടായപ്പോ അവൾക്കതാകാമായിരുന്നു. ഒരു കണക്കിന് അവളെ സഹായിക്കാനെന്ന പേരിൽ സീമയുടെ ജീവിതം തട്ടിയെടുത്തത് നീയല്ലേ? എന്നിട്ടും നാളിതുവരെ സ്വന്തം ജീവിതം പോലും മറന്ന് അവൾ നിനക്ക് വേണ്ടി പൊരുതുകയായിരുന്നില്ലേ? എന്നിട്ട് അവസാനം അവൾക്ക് കിട്ടിയതോ പഴിയും പേരുദോഷവും. എന്തിന്റെ പേരിലാണെങ്കിലും ഈ ലോകം മുഴുവൻ ക്രൂശിച്ചാലും നീ ഒരിക്കലും അവളെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ചെയ്ത നന്മകൾക്ക് പകരമായി നിങ്ങൾ എല്ലാവരും കൂടി അവൾക്ക് കൊടുത്ത ശിക്ഷ ഒരുപാട് ക്രൂരമായിപ്പോയി. പൊറുക്കില്ല. ഒരു ഈശ്വരനും പുറത്തു തരില്ല നിങ്ങളോട്. ഇനിയുണ്ടല്ലോ നിങ്ങൾക്ക് മുൻപിൽ വലിയൊരു ജീവിതം അനുഭവിക്കാനും ഏറെയുണ്ട്. അന്ന് നീ മനസ്സിലാക്കും നിന്റെ അനുജത്തിയുടെ വില. അമ്മായി ശപിച്ചതല്ല, മനസ്സിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അവനിപ്പോ മറ്റേതോ കല്യാണത്തിന് വാക്കുകൊടുത്തിരിക്കുക. എന്നാലും ഇനിയും വൈകിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് സീമയ്ക്ക് കണ്ണീരൊഴുക്കേണ്ടി വന്നാൽ ആ ശാപം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറില്ല. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാണ്ട് നീയായിട്ട് നിന്റെ അനുജത്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കരിനിഴൽ വീഴാനിടയായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റിയേക്കും. അത്രയെങ്കിലും ഔദാര്യം സീമയോട് നീ കാണിക്കണം. V-Guard അവതരിപ്പിക്കുന്നു പാരിജാതം. സമർപ്പിച്ചത് V-Guard ETC സോളാർ വാട്ടർ